മുംബൈ ഇന്ത്യൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് ഈ രണ്ട് ഫ്രാഞ്ചൈസികൾ മാത്രം കൈയടക്കി വെച്ചത് 10 IPL ട്രോഫികളാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പവർ ഹൗസുകൾ. ഓരോ വേനൽക്കാലത്തും കിരീടങ്ങൾ പങ്കിട്ടെടുക്കുന്ന ഈ രണ്ട് ഫ്രാഞ്ചൈസികൾക്ക് അന്നും ഇന്നും ഒത്തൊരു എതിരാളിയുണ്ട്: കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കിങ് ഖാന്റെ ആശീർവാദമുള്ള, ദാദയുടെ ലെഗസിയുള്ള ദി റിയൽ വാരിയേഴ്സ്. CSKയുടെയും മുംബൈയുടെയും ആധിപത്യത്തിനിടയിലും ഇതുവരെയും KKR ഷെൽഫിലെത്തിയത് 3 കിരീടങ്ങളാണ്. 2008 പ്രഥമ IPL സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കൂറ്റൻ സ്കോർ പടുത്തുയർത്തി വരവറിയിച്ചവരാണ് കൊൽക്കത്ത. റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ അന്ന് ബ്രണ്ടൻ മക്കല്ലം നടത്തിയ വെടിക്കെട്ട് സെഞ്ചുറി വരാനിരിക്കുന്ന മത്സരങ്ങളുടെ സാമ്പിളായിരുന്നു. 18ാം സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ RCBയെ നേരിടാനൊരുങ്ങുന്ന KKRന്റെ സാധ്യതകൾ, പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പരിശോധിക്കാം. നിലവിലെ IPL ചാമ്പ്യന്മാർ ഈഡൻ ഗാർഡനിൽ വീണ്ടും അംഗം കുറിക്കുമ്പോൾ KKRന് കോൺഫിഡൻസ് നൽകുന്നത് ഈ ടാഗ് ലൈനാണ്. ചെന്നൈക്കും മുംബൈക്കും സമാനമായി കോർ ടീമിനെ നിലനിർത്തിയാണ് എക്കാലവും KKR മുന്നോട്ട് പോയത്. ഇത്തവണയും അതിന് മാറ്റമില്ല. വെങ്കടേഷ് അയ്യർ, സുനിൽ നരേൻ, ആന്ദ്രെ റസൽ, വരുൺ ചക്രവർത്തി. ആ വിജയ ഫോർമുല അതുപോലെ ഇത്തവണയും അവിടെയുണ്ട്. എന്നാൽ കിരീടം നേടിത്തന്ന ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഒപ്പമില്ല എന്ന വൈരുദ്ധ്യവും കാണാം. മറ്റു താരങ്ങൾക്കായി 30കാരനെ നിലനിർത്താതെ ഹൈ റിസ്ക് എടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായി. അയ്യർക്ക് പകരം വെറ്ററൻ താരൻ അജിങ്ക്യ രഹാനെയാണ് പുതിയ ക്യാപ്റ്റൻ. പോയ സീസണിൽ മെന്ററുടെ നിർണായക റോൾ കൈകാര്യം ചെയ്ത ഗൗതം ഗംഭീറും ഈഡനോട് ബൈ പറഞ്ഞു. ഇതോടെ ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്ന പരിശീലക ചാണക്യനൊപ്പം ഡ്വെയ്ൻ ബ്രാവോയാണ് മെന്ററുടെ റോളിലെത്തിയത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മെഗാലയത്തിൽ വലിയ പരിക്കില്ലാതെ സന്തുലിത സ്ക്വാഡിനെ നിലനിർത്താനായത് ചാമ്പ്യൻ ടീമിന് ആശ്വാസമാണ്. ഓപ്പണിംഗിൽ വിൻഡീസ് ഓൾറൗണ്ടർ സുനിൽ നരേനെ ഇറക്കിയുള്ള ഫിയർലെസ് പരീക്ഷണത്തിനാകും ഇത്തവണയും കൊൽക്കത്ത ശ്രമിക്കുക. പോയ വർഷം സുനിൽ നരേൻ എന്ന സൈലന്റ് കില്ലർ കൊൽക്കത്തൻ കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ചു. 15 മത്സരങ്ങളിൽ നിന്നായി ഒരു സെഞ്ചുറി അടക്കം 458 റൺസാണ് 36കാരൻ അടിച്ചെടുത്തത്. എന്നാൽ നരേന് മികച്ച പിന്തുണ നൽകി കൂട്ടുകെട്ടി ഫിൽ സാൾട്ട് ഇന്ന് ടീമിന് കൂടെയില്ല. പകരം ദക്ഷിണാഫ്രിക്കയുടെ ക്വിന്റൺ ഡീകോക്കാണ് ഓപ്ഷനായുള്ളത്. പോയ സീസണിൽ ലക്നൌ സൂപ്പർ ജയൻസിനൊപ്പം നിരാശപ്പെടുത്തിയ ഡീകോക്ക് ഫുൾ ഫ്ലോയിൽ കളിക്കുമെന്നാണ് ആരാധകരും മാനേജ്മെന്റും ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അഫ്ഗാൻ താരം റഹ്മത്തുള്ള ഗുർബാസും സാധ്യതാ പട്ടികയിലുണ്ട്. 3ാം നമ്പറിൽ അജിങ്ക്യ രഹാനെയോ വെങ്കടേഷ് അയ്യരോ എത്തും. ക്യാപ്റ്റൻസിക്കൊപ്പം ശ്രേയസിന്റെ ബാറ്റിംഗ് റോളിലും രഹാനയ്ക്ക് തിളങ്ങാനാകണം. പോയ തവണ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം രഹാനയുടെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല. 13 മാച്ചിൽ നിന്ന് 20 ബാറ്റിംഗ് ശരാശരിയിൽ 242 റൺസാണ് അടിച്ചത്. 45 റൺസായിരുന്നു ഉയർന്ന സ്കോർ. ഇതോടെ ലേലത്തിൽ താരത്തെ CSK റിലീസ് ചെയ്തു. എന്നാൽ മുഷ്താഖ് അലി ട്രോഫിയിൽ രഹാനയുടെ കംബാക്കാണ് ആരാധകർ കണ്ടത്. മുംബൈക്കായി 9 മാച്ചിൽ നിന്നായി 469 റൺസെടുത്ത് മികച്ച പ്രകടനം നടത്തി. ഉപനായകൻ വെങ്കടേഷ് അയ്യരുടെ സാന്നിധ്യം മധ്യനിരയിൽ KKRന്റെ ബാലൻസ് നിലനിർത്തുന്നു. ആങ്കർ റോളിലും അറ്റാക്ക് ചെയ്ത് കളിക്കാനും കൽപ്പുള്ള ഈ ഓൾറൗണ്ടറെ 23 കോടി നൽകിയാണ് കൊൽക്കത്ത ഉറപ്പിച്ചു നിർത്തിയത്. ഭാവി ക്യാപ്റ്റനായും കൊൽക്കത്ത പരിഗണിക്കുന്നത് വെങ്കിയെയാണ്. അംഗ്രിഷ് രഘുവംശി എന്ന യുവതാരമാണ് മറ്റൊരു പ്രതീക്ഷ. ആദ്യ സീസണിൽ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കിയ 20കാരനിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. 2020 ക്രിക്കറ്റിലെ ആഗോള ബ്രാൻഡ് ആന്ദ്രെ റസൽ, കൂടെ ഫിനിഷറുടെ റോളിൽ റിങ്കു സിംഗും രവൺദീപ് സിംഗും. വെടിക്കെട്ട് നടത്താനും ആങ്കർ റോൾ ചെയ്യാനുമാകുന്ന സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പാണ് ചാമ്പ്യൻ ടീമിനുള്ളത്. റോമാൻ പവൽ, മൊയ്ൻ അലി, അങ്കുൽ റോയ്, മനീഷ് പാണ്ഡെ എന്നിങ്ങനെ നീളുന്ന കരുത്തുറ്റ ബെഞ്ച് സ്ട്രെങ്ത്തും ടീമിനുണ്ട്. പേസ് ബോളിംഗിലാണ് ടീം നേരിടുന്ന ആശങ്ക. ഓസീസ് പേസർ മിച്ചൽ സ്റ്റാർക്കിന് പകരക്കാരനായി ഇത്തവണ ടീമിലെത്തിച്ചത് ദക്ഷിണാഫ്രിക്കൻ പേസർ ആൻഡിഷ് നോക്കിയയാണ്. മറ്റൊരു ഓപ്ഷനായി ഓസീസ് താരം സ്പെൻസർ ജോൺസണുമുണ്ട്. എന്നാൽ ഈ വിദേശ താരങ്ങൾ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളല്ല എന്നത് ടീമിനെ അലട്ടുന്നു. ഇന്ത്യയുടെ ഹർഷിത് റാണയും വൈഭവ് അറോറയും ആ ദൗത്യം ഏറ്റെടുത്താൽ ഒരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാനാകും. മധ്യ ഓവറുകളിൽ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാവുന്ന ബോളറായി ആന്ദ്രെ റസലുമുണ്ട്. പക്ഷേ സ്പിന്നിൽ അവർക്ക് ആശങ്കയില്ല. സുനിൽ നരേൻ, വരുൺ ചക്രവർത്തി കോംബോ ഡെഡ്ലിയാണ്. പോയ സീസണിൽ മാത്രം 17 വിക്കറ്റാണ് വിൻഡീസ് താരം എടുത്തത്. 21 വിക്കറ്റ് വരുൺ ചക്രവർത്തിയുണ്ട്. മറ്റൊരു IPL രാവിന് കൂടി ഈഡൻ ഗാർഡൻ അണിഞ്ഞൊരുങ്ങുമ്പോൾ കൊൽക്കത്തയുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം: എന്ത് വില കൊടുത്തും കിരീടം നിലനിർത്തുക.